പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പട്ടാമ്പി ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ശ്രീ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേവസ്വം നവരാത്രി ആഘോഷങ്ങൾ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KK പ്രമോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഈ മാസം 22 മുതൽ ഒക്ടോബർ 2 നവരാത്രി ആഘോഷം വിപുലമായ രീതിയിൽ നടത്താൻ വേണ്ടി ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, 10 ദിവസവും വിശേഷാൽ പൂജകളും അതുപോലെ കലാപരിപാടികളും ഒക്കെ തന്നെ നടക്കുകയാണ്. നാളെ വൈകുന്നേരം 7 മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബഹുമാനപ്പെട്ട ശ്രീ TC ബിജു അവർകളാണ് നവരാത്രി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ മലപ്പുറം ഡിവിഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ KK പ്രമോദ് കുമാറും അതിൽ അധ്യക്ഷസ്ഥാനം ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി പ്രസിഡന്റും മറ്റ് ഭാരവാഹികളൊക്കെ തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. തുടർന്ന് ഇരണ്ടപുരത്ത് കാടുമന സന്ദീപും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി നടക്കും. 23 വൈകുന്നേരം ഓങ്ങല്ലൂർ കറുക തിരുവാതിരക്കളി സംഘത്തിന്റെയും 24 പെരിങ്ങോട് ശ്രീരുദ്ര തിരുവാതിരക്കളി സംഘത്തിന്റെയും തിരുവാതിരക്കളി അരങ്ങേറും. 25 മഞ്ഞളുങ്ങൽ ശിവാർദ്രം വീരനാട്യ സംഘം അവതരിപ്പിക്കുന്ന കൈകുട്ടിക്കളിയും നടക്കും. 26 കീഴായൂർ ശിവതും തിരുവാതിരക്കളി സംഘത്തിന്റെയും 27 KP കാവ് ത്രയംബകയുടെയും 28 മുദ്ര കള്ളാടി പറ്റിയുടെയും 29 ശിവദം മഞ്ഞളുങ്ങലിന്റെയും 30 പട്ടാമ്പി NSS കരയോഗത്തിന്റെയും തിരുവാതിരക്കളി അരങ്ങേറും. ഒക്ടോബർ 1 വൈകിട്ട് സന്ധ്യ, കവിത എന്നിവരുടെ ക്ലാസിക്കൽ ഡാൻസും നടക്കും. ഒക്ടോബർ 2 കാലത്ത് പൂജയെടുപ്പ്, വിദ്യാരംഭം, വാഹനപൂജ എന്നിവയും നടക്കും. 7 മണിക്ക് എഴുത്തിനൊരുത്തൽ നടക്കും. PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പള്ളിപ്പുറത്ത് കളരിക്കൽ ഹരിഹരൻ എന്നിവർ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകും. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി കുപ്രചരണങ്ങൾ പല ഭാഗത്തും വരുകയുണ്ടായി. ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രം നന്നാവില്ല, യാതൊരു കാര്യങ്ങളും നടക്കില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ 3 വർഷം ആയി നമ്മുടെ ദേവസ്വം ബോർഡ് കടപ്പറമ്പത്തുകാവ് ക്ഷേത്രം ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്ത ആദ്യത്തെ വർഷം തന്നെ ഏതാണ്ട് 30 ലക്ഷം രൂപ ചിലവാക്കി ശ്രീകോവിൽ ചെമ്പോല പൊതിക എന്ന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. അവിടുത്തെ ഭക്തരുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു അത് 1 വർഷത്തിനുള്ളിൽ നമ്മുടെ ദേവസ്വം ബോർഡ് സഹായിച്ചു. അതുപോലെ തന്നെ നടപ്പന്തൽ ഏതാണ്ട് 5 ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞ വർഷം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ വർഷം പുതിയ ടോയ്ലറ്റുകൾ ഏതാണ്ട് 4.5 ലക്ഷത്തോളം ചിലവാക്കിക്കൊണ്ട് 4 ടോയ്ലറ്റുകൾ വർക്കുകളും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ഭക്തജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഭംഗിയായ രീതിയിലാണ് നമ്മുടെ ക്ഷേത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറെ സന്തോഷമായിട്ടുള്ള കാര്യം പറയാനുള്ളത് ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏതാണ്ട് 72 ലക്ഷം രൂപ നമ്മുടെ ക്ഷേത്രത്തിന് പുതിയ ബിൽഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നമുക്ക് 25 ലക്ഷം രൂപയായിരുന്നു അതിനനുവദിച്ചിരുന്നത്. 25 ലക്ഷം രൂപ വെച്ചിട്ട് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. പിന്നീട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പണി പൂർത്തിയാക്കണമെങ്കിൽ ഏകദേശം 75 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് എസ്റ്റിമേറ്റ് ഇടുകയും അതിനൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പറമ്പിനകത്ത് കൂടി പോകുന്നൊരു റോഡുണ്ട്, ക്ഷേത്ര പറമ്പിന് നടുക്കിൽ കൂടി പോകുന്നൊരു റോഡുണ്ട്. ആ റോഡിൻ്റെ ഒരു നവീകരണ പ്രവർത്തനം, അതുപോലെ പുതിയ ഓഫീസ്, മീറ്റിംഗ് ഹാള്, വഴിപാട് കൗണ്ടർ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിലാണ്. അത് കൃത്യമായി ചെയ്യുന്ന വർക്ക് കൃത്യമായി ചെയ്യണമെന്നും ഈ 25 ലക്ഷം എന്ന എമൗണ്ട് തികയില്ല എന്നത് അദ്ദേഹമാണ് നിങ്ങളുടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം പുതിയതായി എസ്റ്റിമേറ്റ് വീണ്ടും എടുക്കുകയും ആ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 71,10,000 രൂപ നമുക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടിയത്. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ടെൻഡർ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കാവ് എക്സിക്യൂട്ടീവ് ഓഫീസർ P മോഹനചന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ MP വിജയകുമാർ, R സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.